വിവരം ആരറിയുന്നില്ലായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയുന്നില്ലായിരുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ ഓതൽ കേട്ടു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അദ്ദേഹത്തിന്റെ പാരായണം ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ രാവിലെ എഴുന്നേറ്റിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ നിൽക്കുന്ന ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആര് നിൽക്കുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, ഒരു കാര്യത്തിലും അബൂബക്കറിനെ മുൻകടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് നിസ്കാരത്തിലാണെങ്കിലും, അത് നോമ്പിലാണെങ്കിലും, അത് ഹജ്ജിലാണെങ്കിലും, സ്വതക്കയിലാണെങ്കിലും, നന്മകൾ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും, ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും, ഒരു കാര്യത്തിലും വല്ലാഹി പടച്ച തമ്പുരാനാണ് സത്യം, അബൂബക്കറിനേക്കാൾ മുൻകടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ എവിടെ ചെന്ന് നോക്കിയാലും ആരുണ്ടാവും? ഫസ്റ്റ് സഫിൽ ആരുണ്ടാവും? ഫസ്റ്റ് സഫിൽ ആരുണ്ടാവും? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അപ്പോ നമ്മൾ നന്മകളിൽ മത്സരിക്കണം, നന്മകളിൽ മത്സരിക്കണം, ഇബാദത്ത് ചെയ്യാൻ മത്സരിക്കണം, നിസ്കരിക്കാൻ നമ്മൾ മത്സരിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മത്സരിക്കണം. ആര് മത്സരിച്ചതുപോലെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മത്സരിച്ചതുപോലെ. പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന, പ്രവാചകനെ പിൻപറ്റുന്ന, പ്രവാചകനെ അനുസരിക്കുന്ന, പ്രവാചകനെ വഴിപ്പെടുന്ന, പ്രവാചകന്റെ ഉത്തമ അനുയായി എന്ന് അവകാശപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത്, പ്രവാചകൻ എന്താണോ നമ്മളോട് പറഞ്ഞത്, പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചു തന്നത്, അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം, അവരെ അനുസരിക്കാൻ നമുക്ക് സാധിക്കണം, അവരെ വഴിപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹീൻ